ഞങ്ങൾ ഈ തവണ ക്രിസ്മസ് ഹോളിഡേയ്സിന് റോട്ടറൂവ പോയപ്പം അവിടെ ഓഫ് റോഡ് ന്യൂസിലൻഡിൽ പോയി. ഓഫ് റോഡ് ന്യൂസിലൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വഞ്ചർ റൈഡ്സ് ട്രൈ ചെയ്യാനുള്ളൊരു അവസരമാണ്. മോൺസ്റ്റർ 4x4 ത്രിൽ റൈഡ്സ്, 4 വീൽ ഡ്രൈവ് ബുഷ് സഫാരി, റേസ് ലൈൻ കാർട്ടിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വഞ്ചർ റൈഡ്സ് ഉണ്ട്. ഞങ്ങളതിൽ 4 വീൽ ഡ്രൈവ് ബുഷ് സഫാരിയാണ് ട്രൈ ചെയ്തത്. കാരണം ഞങ്ങളുടെ കൂടെയുള്ള 2 കുഞ്ഞുങ്ങൾക്കും കൂടെ ആപ്റ്റായിട്ടുള്ളത് 4 വീൽ ഡ്രൈവ് ബുഷ് സഫാരിയാണ്. മറ്റ് 2 റൈഡ്സിന് അവർ കുറച്ചും കൂടെ വലുതാവണം. ഈ 4 വീൽ ഡ്രൈവ് ബുഷ് സഫാരിക്ക് അഡൽട്ട്സിന് $121, 5 to 15 years ഏജിലുള്ള കിഡ്സിന് $45, അണ്ടർ 5 ഫ്രീയുമാണ്. അങ്ങനെ ഞങ്ങളൊരു 4 വീൽ ഡ്രൈവും എടുത്ത് യാത്ര തിരിച്ചു. ഇതിനാകെ വേണ്ട റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം. അപ്പം ഞാനും ദിലും മാറി മാറിയാണ് ഡ്രൈവ് ചെയ്തത്. ഡ്രൈവേഴ്സ് സ്വിച്ച് ചെയ്യാനുള്ള അവസരം അവർ തരും. ഇടയ്ക്ക് പോയിൻറ്റ്സിൽ നിർത്തിയിട്ട് നമുക്ക് മാറിയിരിക്കാം ഡ്രൈവിങ്. ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇത് ക്രോസ് ചെയ്തത് ഞാനാണ് ഈ ഡ്രൈവ് ചെയ്യണത്. ഞാൻ വിചാരിച്ചില്ല എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് ദർ ഈസ് ആൻ ഇൻസ്ട്രക്ടർ. കണ്ടോ, അവിടെ നിൽക്കുന്ന ആ പുള്ളിയാണ് ഇൻസ്ട്രക്ടർ. പുള്ളി വോക്കി ടോക്കിയിലൂടെ നമ്മളോട് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡീപ്പ് ആയിട്ടുള്ള മഡി ഹോൾസ്, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കേർവ്സ്, അതേപോലെ തന്നെ സ്റ്റീപ്പ് സ്ലോപ്സ്, അങ്ങനെ പല പല എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകും. ശരിക്കും ഒരു ഫോറസ്റ്റിലൂടെ ഡ്രൈവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റീപ്പ് സ്ലോപ്പിലൂടെ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന ഇതൊന്നും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുമാത്രമല്ല, നമ്മളൊരു അഡ്വഞ്ചറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അഡ്രിനാലിനൊക്കെ ഒന്ന് പമ്പ് ചെയ്ത് നമ്മൾ ശരിക്കും ഒരു പുതിയ മനുഷ്യരായിട്ടായിരിക്കും ഇതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങുന്നത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. വി വർ സൂപ്പർ ത്രിൽഡ് ആസ് എ ഫാമിലി ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഗെദർ. അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു അഡ്വഞ്ചേഴ്സ് ചെയ്യാനൊരു ഇഷ്ടമുള്ളവരാണെങ്കിൽ ദിസ് ഈസ് എ പെർഫെക്റ്റ് ഫൺ ഫോർ യു. എന്നാൽ അറ്റ് ദ സെയിം ടൈം അതൊക്കെ ഭയങ്കര സ്കെയറിയോ ഒന്നും അല്ല താനും. അപ്പോൾ പിള്ളേരുമായിട്ടൊക്കെ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ് ഇത്. ഓവറോൾ 45 minutes to 1 hour എടുക്കും. അത് മാത്രമല്ല, നമുക്ക് ഈ റൈഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പം ഞങ്ങൾ ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് ഇറങ്ങുന്നതിൻ്റെ എക്സ്പ്രഷനാണ് ഈ മുഖത്ത് കാണുന്നത്. ഇതായിരുന്നു ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു മടി ഹോൾസിലൂടെയൊക്കെ കയറി ഞങ്ങൾ ഏതാണ്ട് റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്താറായി. ആക്ച്വലി ആ 1 hour പോയത് അറിഞ്ഞേ ഇല്ല. ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയുമ്പോഴാണ് 45 minutes to 1 hour എടുത്തു എന്ന്. ആക്ച്വലി ഒരു ഹാഫ് ആൻ അവറൊക്കെ സ്പെൻഡ് ചെയ്ത പോലെ തോന്നിയുള്ളൂ. അത്രയ്ക്ക് എൻജോയ് ചെയ്തു ഞങ്ങളുടെ കൂടെ വേറെയും 4 to 5 കാർസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾ റോട്ടറൂവ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോകണം, ഓഫ് റോഡ് ന്യൂസിലൻഡ്. ഞങ്ങൾക്ക് റൈഡൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.